കണ്ണൂർ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന നൂതന ആശയങ്ങളും പദ്ധതികളുമായി വികസന സെമിനാർ. ഭാവി പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് സെമിനാർ മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളം കൈവരിച്ചത് സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണെന്നും അത് ഇനിയും തുടരണമെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. അടുത്ത 5 വർഷം കണ്ണൂർ എങ്ങനെയാകണമെന്നതിന്റെ ചൂണ്ടുപലകയായി മണ്ഡലം വികസന സെമിനാർ. മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള ആശയങ്ങളും പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങളുമെല്ലാം സമാഹരിച്ചാണ് വികസന സെമിനാർ നടന്നത്. ഒട്ടനവധി നിർദ്ദേശങ്ങൾ പൊതുസമൂഹം മുന്നോട്ടുവെച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രതിനിധികളാണ് വികസന സെമിനാറിൽ സജീവമായി പങ്കെടുത്തത്. കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് നടന്നത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുൻ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ദേശീയപാത വികസനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തീരദേശ ഹൈവേ, ഉൾനാടൻ പ്രദേശങ്ങളിലേക്കുള്ള റോഡുകൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. 2016 ഇവിടുത്തെ നല്ല ജനവിഭാഗം, ഇടതുപക്ഷ ചിന്താഗതിക്കാരും പുരോഗമനവാദികളും നമ്മുടെ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളാകെ അവർ വ്യത്യസ്ത രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളവരായിരിക്കും. അവരാകെ ഒരു നിലപാടിലേക്ക് എത്തി. ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരും. 16 മുതൽ 21 വരെ ആ ഗവൺമെൻറ് ഭരിച്ചു. ആ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ നിരീക്ഷിച്ചു. ആ ഭരണത്തെ നിരീക്ഷിച്ചപ്പോൾ ഈ ഭരണം തുടരണം എന്ന അഭിപ്രായം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിൽ നമുക്ക് സാമ്പത്തികമായ വലിയ സ്രോതസ്സൊന്നുമില്ല, ഖനിയില്ല, എണ്ണയില്ല, ഒന്നുമില്ല. നമുക്ക് 1600 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ നടന്നുവെന്ന് എം.എൽ.എയും മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കി. മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്ന് കാണിക്കുന്ന വീഡിയോയും സെമിനാറിൽ പ്രദർശിപ്പിച്ചു. മണ്ഡലം വികസന സമിതി കൺവീനർ എൻ. ചന്ദ്രൻ വികസനരേഖ അവതരിപ്പിച്ചു. വൻ മുന്നേറ്റം കണ്ണൂർ മണ്ഡലത്തിലും ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കാനായെന്നും അതിന്റെ തുടർച്ചയും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചതെന്നും എൻ. ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ സ്പോർട്സ് സ്കൂൾ വരുമ്പോൾ ഇ.പിയുടെ നേതൃത്വത്തിലാണ്, ഇ.പിയുടെ കൂടി മുൻകൈയിലാണ് സ്പോർട്സ് സ്കൂൾ വന്നത്. കേരളത്തിലെ ജി.വി. രാജ സ്കൂളിനെ പോലുള്ള ഒരു സ്കൂളായിട്ട് മുനിസിപ്പൽ സ്കൂൾ മാറാൻ വേണ്ടി പോവാണ്. അതിനെ പാരവെക്കാൻ, അതിനെ തടസ്സപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതും നമ്മൾ മറന്നുപോയിട്ടില്ല. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് കണ്ണൂർ മണ്ഡലം നിർദ്ദേശിച്ച ഒരു പദ്ധതിക്ക് 7 കോടി ഗവൺമെന്റ് അനുവദിച്ചു. ഇപ്പോഴും പൈസ കിടക്കുന്നുണ്ട്. തോട്ടടയിൽ എം.എൽ.എ ഫണ്ടിൽ നിന്നും സൗന്ദര്യവൽക്കരണ പരിപാടി നടത്തി. ആ തോട്ടടയിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വേണം, അങ്ങനെ കൊടുത്തു. സൗന്ദര്യവൽക്കരണം തടസ്സപ്പെടുത്താൻ നോക്കി, അവസാനം അത് പൂർത്തിയായി. പക്ഷെ ലൈറ്റിന് അനുമതി കൊടുക്കില്ല. ലൈറ്റിന് അനുമതി കൊടുക്കുന്നില്ല. ഉദ്ദേശിക്കുന്നത് എം.പിയുടെ പേരിൽ അവിടെ ഒരു ലൈറ്റ് വെക്കേണ്ട പരിപാടിയാവും. ഇപ്പോൾ അങ്ങനെ വെച്ചാൽ ആ ഫോട്ടോ എല്ലാം കാണുമ്പോൾ അത് മൊത്തം അദ്ദേഹത്തിന്റെ പദ്ധതിയായിട്ട് ആൾ തെറ്റിദ്ധരിക്കുമല്ലോ. പയ്യാമ്പലത്തിൽ പ്രത്യേകമായി എടുത്തിടപെട്ടു. പിന്നീട് സുമേഷ് കൂടി ഇടപെട്ടു. സുമേഷ് ഇപ്പം 5 കൊല്ലം ഭരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പയ്യാമ്പലം ഇന്ന് അതിമനോഹര തീരമായിട്ട് മാറിയിരിക്കുന്നു. ടൂറിസം, റെയിൽവേ വികസനം, ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം, ആരോഗ്യമേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തുടങ്ങി പല നിർദ്ദേശങ്ങളും സെമിനാറിൽ ഉയർന്നുവന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യുവജന കമ്മീഷൻ ചെയർമാൻ എം. ഷാജർ, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാര വ്യവസായ മേഖലയിലുള്ള പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.